ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം മനുഷ്യൻ്റെ വില എന്നതിനെ പറ്റിയാണ്. ഹല്ലേലൂയ. അല്പനേരം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. നമ്മുടെ യേശുവപ്പൻ നമ്മോട് പറയുകയാണ്, ഏറിയ കുരുകിലിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ്. അതായത് ദൈവ പരിപാലനം വേണ്ടുപോലെ നമുക്ക് അനുഭവിപ്പാൻ, രുചിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു ചെറിയ കുരുവി പോലും ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നിലത്തു വീഴുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ നാം ഒരു കാര്യം ചിന്തിക്കണം. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച തൻ്റെ മക്കളെ കർത്താപ്പച്ചൻ കൈവിടുമോ? ഒരു നാളും കൈവിടുകയില്ല. ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ കരം നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ വില നോക്കൂ പ്രിയ മക്കളെ. പക്ഷികളെയും പ്രകൃതിയും പരിപാലിക്കുന്ന ദൈവം മനുഷ്യർക്ക് എത്രയോ അധികം പ്രാധാന്യവും സ്നേഹവും നൽകുന്നു. ഹല്ലേലൂയ. അതായത് യേശുവപ്പനെ പോലെ നാമും ആയിത്തീരണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ കർത്താപ്പച്ചന് നമ്മോടുള്ളത്. ഹല്ലേലൂയ. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നോക്കുമ്പോൾ നാം എന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ നമ്മുടെ ദോഷങ്ങളോ നമ്മുടെ പാപപ്രവൃത്തികളോ ഒന്നും ഓർക്കാതെ പിന്നെയും നമ്മളെ രൂപാന്തരത്തിലേക്ക് നാം നന്നായി വരുവാൻ വേണ്ടി നമ്മെ ഹല്ലേലൂയ ദൈവസന്നിധി വീണ്ടും കൊണ്ടുവരിക. എങ്ങനെ? നീ ഇനിയെങ്കിലും ഒന്ന് രൂപാന്തരപ്പെടണം, ഒന്ന് മാനസാന്തരപ്പെടണം. എൻ്റെ അപ്പൻ്റെ സ്നേഹം നീ ഒന്ന് അറിയണം, എന്നെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ കർത്താപ്പച്ചന് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. അപ്പൻ എപ്പോഴും പറയുന്നത് എന്താ? ദൈവസ്നേഹത്തിൽ നിങ്ങൾ ഹല്ലേലൂയ വളർന്നു വരണം. ഹല്ലേലൂയ. ഈ ഏറിയ കുരുകിലിനെ, ഒരു ചെറിയ പക്ഷിയാണല്ലോ പ്രിയ മക്കളെ കുരുകിൽ. ഹല്ലേലൂയ. അതിനെ പോലും മറക്കാത്ത അപ്പച്ചൻ, അത് താഴെ വീഴണമെങ്കിൽ, അത് നിലം പരിചാകണമെങ്കിൽ അപ്പൻ്റെ അനുവാദമില്ലാതെ അത് നടക്കുകയില്ല. ഹല്ലേലൂയ. അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് കർത്താപ്പച്ചൻ നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ആശ്വാസം നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ആശങ്കകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളെല്ലാം ഹല്ലേലൂയ നേരിടുമ്പോഴും അപ്പച്ചൻ്റെ വലംകരയും പിടിച്ച് അപ്പച്ചൻ നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എത്ര സ്തുതി അർപ്പിക്കണം പ്രിയ മക്കളെ. നമ്മെ നിർമ്മിച്ച അപ്പച്ചന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാൽ ഒക്കും. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് ഇങ്ങനെ വായിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാശിന് 2 കുരുകിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്നായ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ചെറിയ കുരുകിൽ ഹല്ലേലൂയ, അതായത് ചെറിയ കാര്യങ്ങളിൽ ആ ചെറിയ കുരുകിലാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് അത് നമ്മൾ മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഈ ചെറിയ കുരുകിലിനെ വിചാരിക്കുന്നത് പോലെ തന്നെ യേശുവപ്പൻ നമ്മുടെ ഏത് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മെ ഹല്ലേലൂയ പ്രേരിപ്പിക്കും, നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ചെറിയ കാര്യങ്ങൾ ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൻ നമ്മളെ ഏറിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഏത് ചെറിയ കാര്യം ഏൽപ്പിച്ചാലും അതിൽ വിശ്വസ്തരായി നാം നിലനിൽക്കുന്നുവെങ്കിൽ അപ്പൻ നമ്മളെ വലിയ കാര്യങ്ങളും ഏൽപ്പിക്കും. ഈ ദിനങ്ങളിൽ മനുഷ്യൻ്റെ വില നമ്മുടെ വില മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. നാം ആയിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരികയില്ല. ഹല്ലേലൂയ. സമാധാനവും സന്തോഷവും പകർന്നു തരുന്ന യേശുവിൻ്റെ അത്ഭുതകരം ഇന്നും നമ്മോട് കൂടെയുണ്ട്. നമുക്ക് അപ്പൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താപ്പച്ച, അങ്ങാണ് എനിക്കെല്ലാം. ഹല്ലേലൂയ. ഈ ചെറിയ കുരുകിലിനെ അപ്പച്ചൻ ഹല്ലേലൂയ വിചാരിക്കുന്നുവെങ്കിൽ
അപ്പ എന്നെയും എത്രമാത്രം അപ്പൻ വിചാരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മെ മറക്കാതെ നമ്മെ എപ്പോഴും ഓർക്കുന്ന അപ്പൻ്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ്. പ്രിയ മക്കളെ, അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. മനുഷ്യൻ്റെ വില ഏറ്റവും വലിയതാണ്, വിലയേറിയതാണ്. നാം അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. യാതൊരു വിധത്തിലും നാം ആയിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. കർത്താവിന് പ്രയോജനപ്പെട്ട് കർത്താവ് ആയുസ്സ് കർത്താവിനാൽ അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.